ഇനിയുള്ള ഓരോ ടെസ്റ്റും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ എത്തണമെങ്കിൽ ഇനിയുള്ള ടെസ്റ്റുകൾ ജയിക്കേണ്ടതുണ്ട്. ഓസ്ട്രേലിയയുമായിട്ട് ആദ്യ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ രണ്ടാമത്തെ ടെസ്റ്റിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് പുതിയ താരങ്ങൾ സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാമത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ഇന്ത്യ രണ്ടാമത്തെ ടെസ്റ്റിന് ഒരുങ്ങുകയാണ്. ഡിസംബർ 6-നാണ് രണ്ടാമത്തെ ടെസ്റ്റ്. ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ച് അടുത്ത ടെസ്റ്റ് ജയിക്കണം, അല്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ്. ഓസീസിന്റെ മണ്ണിലാണ് കളി നടക്കുന്നത്. എന്നിട്ടും ഇന്ത്യ ഈസി ആയിട്ട് ടെസ്റ്റ് ജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിലേക്ക് രോഹിത് ശർമ്മ എത്തിയിരിക്കുകയാണ്. അതുപോലെ ശുഭ്മാൻ ഗില്ലിനെ പരിക്കേറ്റിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് പുതിയൊരു താരത്തെ കൊണ്ടുവരാനാണ് രോഹിത് ശർമ്മയുടെ നീക്കം. കോച്ച് ഗംഭീറാണ് ഇത് ആവശ്യപ്പെട്ടത്. നിലവിൽ സഞ്ജുവിനെയാണ് അവർ നോക്കിക്കാണുന്നത്. സഞ്ജുവിന് മാത്രമല്ല ശ്രേയസ് അയ്യർ, ഈ രണ്ട് താരങ്ങളെ ബാക്കപ്പായിട്ട് ടീമിൽ എടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയുമായിട്ട് 5 ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും താരങ്ങൾക്ക് പരിക്ക് പറ്റും. ഈ കാരണം കൊണ്ട് തന്നെ ബാക്കപ്പായിട്ട് സഞ്ജുവിനെ ടെസ്റ്റ് ടീമിലേക്ക് എടുക്കുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജുവിൻ്റെ ടെസ്റ്റ് അരങ്ങേറ്റത്തിന് ഇനി അധിക നാളില്ല. ഒരു പക്ഷേ ഓസ്ട്രേലിയയുമായിട്ടുള്ള ലാസ്റ്റ് ടെസ്റ്റിലായിരിക്കും സഞ്ജു വരുന്നത്. സഞ്ജുവിന് ഒരു അവസരം കിട്ടിയാൽ സഞ്ജു കത്തിക്കയറുമെന്നത് ഉറപ്പാണ്. അതുപോലെ ശ്രേയസ് മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നീട് ശ്രേയസിനെ ടെസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും രണ്ടാമത്തെ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. രോഹിത് ജയ്സ്വാൾ, ഗില്ല്, കോഹ്ലി, രാഹുൽ ഋഷഭ് പന്ത്, സുന്ദർ, നിതീഷ് റെഡ്ഡി, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ. ശുഭ്മാൻ ഗിൽ കളിക്കാൻ സാധ്യതയില്ല, താരത്തിന് പരിക്കാണ്. അതുകൊണ്ട് ദേവദത്ത് പടിക്കലായിരിക്കും ആ സ്ഥാനത്ത് കളിക്കാൻ പോകുന്നത്. ടെസ്റ്റിൽ സഞ്ജുവിന് അവസരം എത്തിയിരിക്കുകയാണ്. ഗംഭീർ ഇക്കാര്യം സഞ്ജുവിനോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.